ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു. അവർ വലിയ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. അപ്പൊ അവരുടെ വീട്ടിൽ പല പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രീയക്കാരടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ പെൺകുട്ടിക്ക് 28 വയസ്സായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ എന്റെ കൂടെയുള്ള ഒരു ഡ്രൈവർ പുള്ളിക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ നേരത്തെ കല്യാണം കഴിക്കുന്നവരല്ലേ സാധാരണ നിങ്ങളുടെ മതത്തിൽ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞ വാചകം എന്നെ ഞെട്ടിച്ചായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, അതൊക്കെ പാവപ്പെട്ട ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ സാമ്പത്തികമുള്ള ആളുകളുടെ വീടുകളിൽ നിന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലുമല്ല. അല്ല അത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ സാമ്പത്തികമോ പിന്നോക്കം അല്ലല്ല 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 അല്ല അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എം എൽ എമാരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ എം എൽ എമാരുടെ ആളുകളിൽ വീടുകളിൽ നിന്നോ രണ്ടാം കല്യാണത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായത്തിനോ ഒന്നും കല്യാണം കഴിപ്പിച്ചു വിടുന്നില്ല. അല്ലെ, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമുദായത്തിന്റെ ഒരു ആളുകൾ അവര് എങ്ങനെ ഡെവലപ്പ് ചെയ്യാത്തതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇപ്പൊ തന്നെ ഈ കല്യാണപ്രായം 18 വയസ്സാക്കുന്നതിനെ എതിർക്കുന്ന നിരവധി സംഘടനകൾ ഉത്തരേന്ത്യയിലുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും സ്വന്തം വീട്ടിലൊരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉള്ളിൽ തീയായിട്ടാണ് വളരുന്നത് എന്ന് പറയുന്ന അമ്മമാരാണ് ഇപ്പോഴും കേരളത്തിലുള്ളത്. ആ തീയായിട്ട് വളർന്നു വരുമ്പോൾ ആരുടെയെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്താൽ അവർ സുരക്ഷിതരാകും എന്ന് വിചാരിക്കുന്ന ചിന്തകൾക്ക് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ പോലും വലിയ വ്യത്യാസമില്ല. ഇപ്പൊ പിന്നെ അതിൽ നിന്നൊക്കെ കുറെ കൂടി മാറി. കാരണം എന്ന് വെച്ചാൽ ജോലി കിട്ടി, സ്വന്തം കാലിൽ നിന്ന് സാമ്പത്തികമായി അധ്വാനിച്ച് അതിനുശേഷം ഒരു 4-5 വർഷം ലൈഫൊക്കെ എൻജോയ് ചെയ്ത് 25, 26, 27 വയസ്സെത്തുമ്പോൾ കല്യാണം കഴിക്കുന്ന ആളുകളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കല്യാണം കഴിക്കാത്തവരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇപ്പൊ ജപ്പാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ അത്തരത്തിലുള്ള വലിയ പുരോഗതികളുണ്ട്. കല്യാണം കഴിക്കാത്ത ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊരു സാമ്പത്തികമായ ഉന്നമനത്തിന്റെയും ഒരു സമുദായത്തിന്റെ ഉയർച്ചയുടെയും ഒക്കെ പ്രശ്നമാണ്.